കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പരിഗണിച്ച് ഹൈക്കോടതി നടത്തിയത് അതീവ ഗൗരവമുള്ള ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നതിനപ്പുറം ഹൈക്കോടതി നടത്തിയ ചില കണ്ടെത്തലുകൾ പഴയ ദേവസ്വം ബോർഡിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. മുൻ ദേവസ്വം ഭരണസമിതി കൂടി അറിഞ്ഞിട്ടാണ് ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ളത് എന്നും ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിക്കും പങ്കുണ്ടോ എന്ന സംശയവും കോടതി ഉന്നയിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണം തന്നെ നടത്തണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശ്രീകോവിലിന്റെ കട്ടിളയുടെയും ശില്പപാളിയിലെയും സ്വർണം പൂശലിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങിപ്പോകരുത് എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത്. 2 ആഴ്ചത്തെ അന്വേഷണ പുരോഗതി രേഖപ്പെടുത്തിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് വ്യക്തത ഇല്ലെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കണക്കറ്റ വിമർശനം ഉണ്ടെന്നാണ് സൂചന. എന്തായാലും കേസിൽ ഹൈക്കോടതി നടത്തിയ ഇടപെടൽ സ്വർണ്ണ കവർച്ച സംബന്ധിച്ച കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തിക്കുമെന്ന് കരുതാം. ഒപ്പം ഇടക്കാല റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ എന്തെല്ലാം സ്ഫോടനാത്മകമായ കണ്ടെത്തലുകൾ അതിലുണ്ട് എന്നും വ്യക്തമാകും. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ കാതൽ. കേസിൽ കൃത്യമായ ഗൗരവതരമായ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ വിശദമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണം. സ്വർണം പൂശിയതോ പാളി ചെമ്പാണോ സ്വർണമാണോ എന്നതോ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം എന്ത് ചെയ്തു എന്നീ കാര്യങ്ങൾക്കപ്പുറം പോറ്റിക്ക് നൽകിയത് സ്വർണ്ണപാളി തന്നെയാണോ, ആണെങ്കിൽ എന്തിന് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി, അതുകൊണ്ട് ലഭിച്ച നേട്ടം എന്താണ്, സാമ്പത്തികമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അതിന് ചുക്കാൻ പിടിച്ചത് ആര് എന്നീ തലങ്ങളിലെല്ലാമുള്ള ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഇക്കാര്യം പ്രത്യേകമായി തന്നെ അന്വേഷിക്കാനും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതരുടെ അടക്കം പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിന് കാരണമായി സ്വർണം പൂശലിൽ നടന്ന ചില ദേവസ്വം ഇടപെടലുകൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് തന്നെ ചെയ്യണമെന്ന ദേവസ്വം ബോർഡ് മാനുവൽ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാൻ സംശയകരമായ പശ്ചാത്തലമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചതിൽ കോടതിക്ക് സംശയമുണ്ട്. ഒരിക്കൽ സ്വർണം പൂശിയ പീഠങ്ങളിൽ നിറവ്യത്യാസം മനസ്സിലായിട്ടും പോറ്റിയെ തന്നെ വീണ്ടും ചുമതല ഏൽപ്പിച്ചു. ഇത് സംബന്ധിച്ച് ടെൻഡർ വിളിക്കാനോ വിദഗ്ധാഭിപ്രായം തേടാനോ തയ്യാറായില്ല എന്നതും ഗ്യാരണ്ടി സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാതെ വീണ്ടും പോറ്റിയെ സമീപിച്ചതും ദുരൂഹത തന്നെയാണ്. 2021 മടക്കി നൽകുമ്പോൾ തിരുവാഭരണങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ഒഴിവാക്കിയത് യാദൃച്ഛികമല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. 1999 30 കിലോ സ്വർണം ഉപയോഗിച്ച് മേൽക്കൂര സ്വർണം പൊതിഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി പരിശോധനയില്ലാതെ പോറ്റിക്ക് കൈമാറിയതും സംശയകരമായ ഇടപാടാണ് എന്നാണ് കോടതി നിരീക്ഷണം. 40 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞ് 2019 സ്വർണം പൂശിയിട്ടും 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2025 വീണ്ടും സ്വർണം പൂശാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണമാണ് പുറത്തറിയേണ്ടത്. സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ല എന്ന റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ 7 ദിവസം കൊണ്ട് തിരുത്തിയതിന് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് എന്നുള്ള അന്വേഷണം മുൻപത്തെയും ഇപ്പോഴത്തെയും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് നീളും എന്നതിന്റെ സൂചനയാണ്. 2024 മുതൽ പാളികൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നുവെന്ന് സൂചനയുണ്ട്. ഇത് മുൻകാല മോഷണം മറച്ചുവെക്കാനാണ് എന്നും അതിനാലാകാം കോടതിയുടെ നിർബന്ധിത ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി തേടാതിരുന്നത് എന്നും കോടതി സംശയിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ അതീവ ഗുരുതരമാണ്. സർക്കാരിനും ഇപ്പോഴത്തെ ബോർഡിനും വലിയ തിരിച്ചടിയും. സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത് മുതൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ബോർഡിനെയും ഉന്നമിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് കോടതി നിരീക്ഷണങ്ങൾ. സ്വർണം പൂശാൻ കൊണ്ടുപോയ ദ്വാരപാലക ശില്പം തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിലും കോടതിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തതയ്ക്കായി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.
SIT കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് സൂചന. കട്ടിളയിലും ദ്വാരപാലക ശില്പത്തിലും മാത്രമായി അന്വേഷണം ഒതുങ്ങരുത് എന്നും എല്ലാവരുടെയും പങ്ക് അന്വേഷിക്കണമെന്നും SITക്ക് കോടതി പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ താഴെത്തട്ടിലുള്ളവർ മാത്രമല്ല, മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് കോടതി പറഞ്ഞതിന്റെ ചുരുക്കം. ഇക്കാര്യം കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തിയാലേ ഗൂഢാലോചന പുറത്തുവരൂ എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. സ്വർണം പൂശിയതിന് പിന്നാലെ നിറം മങ്ങിയപ്പോൾ ടെൻഡർ പോലും വിളിക്കാതെ പോറ്റിയെ ഏൽപ്പിച്ചതാണ് കോടതിക്ക് ദുരൂഹമായി തോന്നുന്നത്. അതുപോലെ 2019 സ്വർണം പൂശിക്കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നു. സ്വർണപ്പാളികളും വശങ്ങളിലെ പാളികളും കൈമാറിയതിൽ ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് തിരുവാഭരണം കമ്മീഷണർ നിലപാട് മാറ്റിയതും സംശയമുണ്ടാക്കുന്നതാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളിയും ശ്രീകോവിലിന്റെ കട്ടിളയും പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷങ്ങൾ വാങ്ങിയതായി സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യനും മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവാണ് ഇത്. വിശ്വാസികളായ വ്യവസായികളിൽ നിന്ന് പൂജയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷങ്ങൾ വാങ്ങിയെന്നും തനിക്കും അതിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ട് എന്നും അനന്ത സുബ്രഹ്മണ്യം സമ്മതിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ആർക്കാണ് പണം നൽകിയത് എന്ന് പോറ്റി തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് സുബ്രഹ്മണ്യത്തിന്റെ മൊഴി. പണം നൽകിയ മലയാളികളല്ലാത്ത 8 വ്യവസായികളെ അറിയാമെന്നും ഇവർ പതിവായി ശബരിമല ദർശനത്തിന് എത്തുന്നവരാണ് എന്നുമുള്ള അനന്ത സുബ്രഹ്മണ്യത്തിന്റെ മൊഴി കേസിൽ കൂടുതൽ നിർണായകമാകും. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ 2 ആഴ്ചത്തെ അന്വേഷണ പുരോഗതിയാണ് അടങ്ങിയിട്ടുള്ളത്. റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുകയും ഇതിന് പിന്നാലെയാണ് മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതും. അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയാണ് റിപ്പോർട്ട് കോടതി പരിശോധിച്ചത്. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർകക്ഷികളാക്കി കോടതി സ്വമേധയാ പുതിയ കേസും രജിസ്റ്റർ ചെയ്തു. നിലവിൽ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ്. കക്ഷികൾ എന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയായിരിക്കും പുതിയ കേസ് അന്വേഷണം നടക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളും സ്വർണപ്പാളിയും കടത്തിയതിനെ കുറിച്ചാണ് ആദ്യം 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. കേസിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതർക്കും ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായാണ് വിവരം. പോറ്റിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതും ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളുമാണ് SIT കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തു വന്നാൽ മാത്രമേ അവയുടെ ഗൗരവം വ്യക്തമാകുകയുള്ളൂ.